ഹായ് സ്നേഹമുള്ളവരെ, എല്ലാവരും സന്തോഷമായിരിക്കുന്നു. ഞാൻ പള്ളിയിൽ പോയിട്ട് വന്നതാണ്. കാറ്റക്കിസം പഠിപ്പിക്കാൻ പോയിച്ച് വന്നത്. അത് മതബോധനം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കുഞ്ഞുങ്ങൾക്കെടുത്ത പാഠം അനുരഞ്ജനം എന്ന പാഠമായിരുന്നു. അനുരഞ്ജനം എന്ന് കേട്ടപ്പോൾ ടീച്ചർ എന്തുവാണ് അനുരഞ്ജനമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവർക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു കഥ പറഞ്ഞു കൊടുത്തു. അതായത് കഥ ഇതാണ്. മിനിയും ജോസും രണ്ട് അയൽപ്പക്കത്തെ കുട്ടികളാണ്. അവർ പരസ്പരം ഭയങ്കര കൂട്ടാണ്. പള്ളിയിലും സ്കൂളിലും കളിക്കുന്നതൊക്കെ ഒരുമിച്ചാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ വീട്ടുകാർ തമ്മിൽ വഴക്കിട്ടപ്പോൾ സ്വാഭാവികമായിട്ടും അവരും പിണങ്ങി. പക്ഷെ അവർക്ക് പിണങ്ങിയിരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അവർ പിണങ്ങിയിരുന്നപ്പോൾ അവർ കളിച്ചതും സ്കൂളിൽ പോയതും ഒക്കെ ഓർത്ത് അവർക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ അവരൊരുമിച്ച് വികാരേശനെ പോയി കണ്ടു പള്ളിയിൽ വന്നപ്പോൾ. അങ്ങനെ അച്ഛന് കുഞ്ഞുങ്ങളുടെ സങ്കടം മനസ്സിലായി. അച്ഛൻ വന്ന് ഈ വീട്ടുകാരുടെ രമ്യപ്പെടുത്തി. അവരെ പരസ്പരം പറഞ്ഞ് നിങ്ങൾ ദൈവമക്കളാണ്, പിണങ്ങിയൊക്കെ ഇരിക്കരുതെന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ തമ്മിൽ പരസ്പര സ്നേഹത്തിലാക്കി. അപ്പോൾ അതാണ് രമ്യപ്പെടുക എന്ന് പറയുന്നത്. നമ്മൾ പിണങ്ങിയിരുന്നാൽ രമ്യപ്പെടുക. അപ്പോൾ കുഞ്ഞുങ്ങൾ പറഞ്ഞു, ടീച്ചറെ കഥ ഇഷ്ടപ്പെട്ടു, ഇനി ഞങ്ങൾ പിണങ്ങത്തില്ല, പിണങ്ങിയാലേ ഇണങ്ങും. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോയത് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളോടും കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ അവരും നമ്മളും തമ്മിലുള്ള സ്നേഹം വർദ്ധിക്കും. മൊബൈലൊന്നും ഒത്തിരി നേരം കൊടുക്കരുത്. പണ്ട് കാലത്ത് നമ്മുടെ ചെറിയ കുട്ടിക്കാലത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് ഇഷ്ടമായിരിക്കും. അതൊക്കെ പറയുമ്പോൾ കേട്ടിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീട്ടിലുള്ള കുഞ്ഞുമക്കളെ ഇതൊന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും ഹായ്.